നമസ്കാരം. ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അതിന്റെ സവിശേഷതകൾ, അതിന്റെ പ്രാധാന്യം, ശാസ്ത്രീയ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ ടെക്നിക്സും ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുമാണ്. ശാസ്ത്രീയ മാനേജ്മെന്റ് ടെക്നിക്സ് കാണുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ മീനിങ്ങും അതിന്റെ പ്രിൻസിപ്പിൾസും ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു. സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഏറ്റവും കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു വൺ ബെസ്റ്റ് മെത്തേഡ് ഐഡന്റിഫൈ ചെയ്യുകയും അവർ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ശാസ്ത്രീയ മാനേജ്മെന്റ് 4 പ്രിൻസിപ്പിൾസ് FW ടൈലർ സജസ്റ്റ് ചെയ്തതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആർ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രേറ്റർ എഫിഷ്യൻസി. And in this episode we will discuss about the techniques suggested by Frederick Winslow Taylor. FW ടൈലർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ വിവിധങ്ങളിലുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ടെക്നിക്സ് സജസ്റ്റഡ് ബൈ FW ടൈലർ ആർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, മെത്തേഡ് സ്റ്റഡി, motion study, time study, fatigue study and differential piece wage system. We will see these techniques in details one by one. First one is functional foremanship. FW ടൈലർ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അനുസരിച്ച് ടൈലർ അഡ്വക്കേറ്റഡ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ. ഇവിടെ ടൈലർ ഒരു ബിസിനസ്സിലുള്ള പ്ലാനിംഗ് ഫംഗ്ഷനെയും അതിന്റെ എക്സിക്യൂഷൻ ഫംഗ്ഷനെയും രണ്ടായിട്ട് തരംതിരിച്ചു. പ്ലാനിംഗ് എന്നും പ്രൊഡക്ഷൻ എന്നും 2 തരത്തിൽ തരംതിരിച്ചു. പ്ലാനിംഗ് എന്ന് പറയുന്നത് ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷനാണ്, മെന്റൽ പ്രോസസ് നടക്കുന്ന ഒരു ഭാഗമായിട്ടും ആ കാര്യങ്ങളെ നടപ്പിലാക്കുന്ന ഭാഗത്തെ എക്സിക്യൂഷൻ സെഷനായിട്ടും, അതായത് പ്രൊഡക്ഷൻ സെഷനായിട്ടും അദ്ദേഹം 2ആയി ഡിവൈഡ് ചെയ്തു. സോ ടൈലർ advocated separation of planning and execution function, and this concept was extended to the lowest level of the shop floor. It was known as functional foremanship. ഇത് ലോവസ്റ്റ് ഫ്ലോറിലേക്ക് അദ്ദേഹം താഴെയുള്ള ഫോർമാന്റെ തലത്തിലേക്ക്, ഏറ്റവും താഴെ വരുന്ന മാനേജ്മെന്റ് ഏറ്റവും താഴെ വരുന്ന ഫോർമാന്റെ തലത്തിലേക്ക് ഈ പ്ലാനിംഗ് സെഷനെയും എക്സിക്യൂഷൻ സെഷനെയും അദ്ദേഹം 2ആയിട്ട് വിഭജിക്കുകയാണ് ചെയ്തത്. സോ അണ്ടർ ദിസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ദി ഫാക്ടറി മാനേജർ ഈസ് ഡിവൈഡഡ് ഇൻടു 2. ഏറ്റവും താഴെ തട്ടിൽ വരുന്ന ഫാക്ടറി തലത്തിലുള്ള മാനേജേഴ്സിനെ 2 ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. വൺ ഈസ് പ്ലാനിംഗ് ഇൻ ചാർജ് and the other one is production in charge. So execution സെഷനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറി തലത്തിൽ വരുന്ന ആളുകളെ, അവിടുത്തെ മാനേജേഴ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ഒരു തലം മാനേജേഴ്സിനെ പ്ലാനിംഗ് ഇൻ ചാർജ് എന്നും മറ്റൊരു തലത്തിൽ പെടുന്ന മാനേജേഴ്സിനെ പ്രൊഡക്ഷൻ ഇൻ ചാർജ് എന്നും തരംതിരിച്ചു. അണ്ടർ പ്ലാനിംഗ് ഇൻ ചാർജ് 4 പേഴ്സണൽസ് ആർ ദെയർ. ഒരു പ്ലാനിംഗ് ഇൻ ചാർജ് എന്ന് പറയുന്ന ആ മാനേജറുടെ താഴെ 4 അല്ലെങ്കിൽ ആ ഫോർമാന്റെ താഴെ 4 ആളുകളെയാണ്, 4 വിഭാഗത്തിലുള്ള ആളുകളെയാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഫാക്ടറി മാനേജേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2 പ്ലാനിംഗ് ഇൻ ചാർജ് മാനേജേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻ ചാർജ് മാനേജേഴ്സ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം താഴെ തലത്തിൽ സംഭവിക്കുന്നതാണ് ഓർക്കുക. പ്ലാനിംഗ് ഇൻ ചാർജിലുള്ള ആളുകളെ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനേറിയൻ. പ്ലാനിംഗ് ഇൻ ചാർജ് ഈസ് ഡിവൈഡഡ് ഇൻടു 4. 4 തരത്തിലുള്ള ഫോർമാൻ ആണ് അവിടെ ഉണ്ടാകുക. വൺ ഈസ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനേറിയൻ. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും ഓരോ മാനേജേഴ്സും അല്ലെങ്കിൽ ഓരോ ഫോർമാനും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എംപ്ലോയീസിനുള്ള, വർക്കേഴ്സിനുള്ള നിർദ്ദേശങ്ങൾ സൂക്ഷിക്കുന്നയാളാണ്. നിർദ്ദേശങ്ങൾ നൽകുന്നു,
നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഏർപ്പെടുന്നത്. റൂട്ട് ക്ലർക്ക് ഡിസൈഡ്സ് ദ റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂട്ട്, അതിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അത് ഏത് വിധത്തിലാണ് നടക്കേണ്ടത്, അതിന്റെ വഴികൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നയാളാണ് റൂട്ട് ക്ലർക്കിന്റെ ജോലി. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഒരു സ്ഥാപനത്തില് വർക്കേഴ്സിന്റെ ടൈം കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെ ചെലവ് ചുരുക്കാൻ സാധിക്കും, എങ്ങനെയൊക്കെ സമയം ലാഭിക്കാൻ കഴിയും, എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് സമയം ഉപയോഗിക്കാൻ സാധിക്കും എന്ന് തീരുമാനിക്കുന്ന മാനേജേഴ്സാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന ഫോർമാൻ. ആൻഡ് ഡിസിപ്ലിനറിയൻ മെയിൻറ്റെയിൻസ് ഡിസിപ്ലിൻ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ, വർക്കേഴ്സിന്റെ ഇടയിലുള്ള ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്ന ഫോർമാന്റെ പേരാണ് ഡിസിപ്ലിനറിയൻ. ഇങ്ങനെ 4 തരത്തിലുള്ള ഫോർമാൻ ഉൾപ്പെട്ടതാണ് പ്ലാനിംഗ് ഇൻചാർജ് എന്ന് പറയുന്ന മാനേജർ. രണ്ടാമത്തെ വിഭാഗമായ പ്രൊഡക്ഷൻ ഇൻചാർജ്, ഫാക്ടറി മാനേജേഴ്സിലെ രണ്ടാമത്തെ വിഭാഗമായ പ്രൊഡക്ഷൻ ഇൻചാർജ്. അണ്ടർ ദാറ്റ് പ്രൊഡക്ഷൻ ഇൻചാർജ് പേഴ്സണൽ ഹൂ വുഡ് വർക്ക് വെയർ സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. So the important personnel working under the production in charge. പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പേഴ്സണൽ അഥവാ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ മാനേജേഴ്സ് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടുള്ളത് സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. 4 വിഭാഗത്തിലുള്ള ആളുകളായിരിക്കും, 4 വിഭാഗത്തിലുള്ള ഫോർമാൻ ആയിരിക്കും ഈ പ്രൊഡക്ഷൻ മാനേജേഴ്സിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് സ്പീഡ് ബോസ്, gang boss, repair boss and inspector. Speed boss ensures timely and accurate completion of job. സ്പീഡ് ബോസിന്റെ ജോലി കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ഗ്യാങ് ബോസിന്റെ ജോലി കീപ്പിംഗ് റെഡി മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ വർക്ക്. ജോലിക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസും ടൂൾസും ജോലിക്ക് കൃത്യമായിട്ട് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗ്യാങ് ബോസിന്റെ ജോലി. എൻഷുർ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ്. മെഷീൻസും ടൂൾസും കൃത്യമായി പ്രവർത്തന സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തലാണ് റിപ്പയർ ബോസിന്റെ ജോലി. ചെയ്യുന്ന ജോലികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തലാണ് ഇൻസ്പെക്ടറുടെ ജോലി. ഇൻസ്പെക്ടർ എൻഷുവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ജോബ്. ഈ 4 ഫോർമാൻ കൂടിച്ചേർന്നതാണ് പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടോട്ടൽ എക്സിക്യൂഷൻ ഫംഗ്ഷനെ അദ്ദേഹം 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുകയും പ്ലാനിംഗ് ഇൻചാർജ് എന്ന് പറയുന്ന പ്ലാനിംഗ് എന്ന മേഖലയും പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറയുന്ന പ്രൊഡക്ഷന്റെ മേഖലയുമായി തരംതിരിക്കുകയും പ്ലാനിംഗ് ഇൻചാർജിൽ 4 ഫോർമാനുകളെ ഡിവൈഡ് ചെയ്യുകയും പ്രൊഡക്ഷൻ ഇൻചാർജിലും 4 ഫോർമാനുകളെ ഡിവൈഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഫോർമാൻ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ടെക്നിക്കിനെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ എക്സിക്യൂഷൻ ലെവലിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ടൈലർ വിശ്വസിക്കുന്നത്. The second technique of scientific management is standardization and simplification of work. നിലവാരവൽക്കരണവും ലളിതവൽക്കരണവും, ജോലികളുടെ നിലവാരവൽക്കരണവും ലളിതവൽക്കരണവും. Standardization refers to the process of setting standard for every business activity. എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങൾക്കും ഒരു നിശ്ചിത നിലവാരം നിശ്ചയിക്കലാണ് സ്റ്റാൻഡർഡൈസേഷൻ. These standards are the benchmarks which must be adhered to during production. ഉൽപാദനം നടക്കുന്ന സമയത്ത് ഈ നിലവാരം സൂക്ഷിക്കുന്നുണ്ട്, ഈ നിലവാരം അനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കാണ്. സയന്റിഫിക് മാനേജ്മെന്റ് സെറ്റ്സ് സ്റ്റാൻഡേർഡ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് ആക്ടിവിറ്റികൾക്കെല്ലാം കൃത്യമായിട്ട് നിലവാരം നിശ്ചയിക്കുകയും ആ നിലവാരത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. സ്റ്റാൻഡേർഡ് ആദ്യം പറഞ്ഞിട്ടാവും, ആ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം വർക്കേഴ്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ അവരുടെ ജോലി കുറച്ചും കൂടെ ലളിതവൽക്കരിക്കപ്പെടുകയാണ്, സിംപ്ലിഫിക്കേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സ്റ്റാൻഡർഡൈസേഷൻ ഈസ് മെയിൻലി ടു റെഡ്യൂസ് എ ഗിവൺ ലൈൻ ഓർ പ്രോഡക്റ്റ് ടു ഫിക്സഡ് ടൈപ്പ്, സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് എങ്കിൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉൽപാദനം ഒക്കെ നടക്കുന്നത് ഒരു ഫിക്സഡ് ടൈപ്പിലായിരിക്കും, ഒരേ രീതിയിലായിരിക്കും, ഒരേ തരത്തിലായിരിക്കും അതിന്റെ ഉൽപാദനമൊക്കെ നടക്കുന്നുണ്ടാവുക. ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഒരേ സൈസ് ആയിരിക്കും, ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, സ്വഭാവ സവിശേഷതയായിരിക്കും. ഇത് ഉറപ്പുവരുത്താനാണ് സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത്. രണ്ടാമത്തത് ടു എൻഷുവർ ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് മാനുഫാക്ചർഡ് പാർട്സ് ആൻഡ് പ്രോഡക്ട്സ്.
മാനുഫാക്ചർ ചെയ്തപ്പെട്ടുള്ള ഉൽപ്പാദിപ്പിക്കപ്പെട്ടുള്ള പാർട്സിന്റെയും പ്രോഡക്ട്സിന്റെയും ഇന്റർചേഞ്ചബിലിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ഥാനചലനങ്ങൾ മാറ്റം വരുത്തുന്നതിനൊക്കെ സാധ്യമാക്കുന്നത് സ്റ്റാൻഡർഡൈസേഷനിലൂടെയാണ്. കൃത്യമായിട്ട് നമുക്ക് മാറ്റം എളുപ്പമാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെട്ടതല്ല നമുക്ക് ഒരു കാറ്റഗറി പെടുത്താം, ഒരേ ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ ഒരു കാറ്റഗറി പെടുത്താം, ഒരേ സൈസിലുള്ളൊക്കെ ഒരു കാറ്റഗറി പെടുത്താം. അപ്പോൾ നമുക്ക് അതിന്റെ മൊബിലിറ്റി, ഇന്റർചേഞ്ചബിലിറ്റി ഒക്കെ വളരെ എളുപ്പമായി മാറുന്നു. ഇപ്പൊ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കി കാണില്ലേ, ഒരേ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നമുക്കത് അവിടേക്ക് സോർട്ട് ചെയ്യാനും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും എളുപ്പമാണ്. ഇത് പ്രൊഡക്ഷന് സാധ്യമാണ്. ഒരേ സൈസിലും ഒരേ ടൈപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്റർചേഞ്ചബിലിറ്റി വളരെ എളുപ്പമാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴൊക്കെ നമുക്ക് ഈ കാറ്റഗറിയിൽ ഓരോന്നിനും ഓരോ കോഡ് ഇട്ടാൽ മതിയല്ലോ അല്ലെ. ഗ്രീൻ ലേബൽ, റെഡ് ലേബൽ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ലേബൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഇന്റർചേഞ്ചബിലിറ്റി വളരെ എളുപ്പമായി മാറുന്നു. മൂന്നാമത്തത് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സലൻസ് ആൻഡ് ക്വാളിറ്റി ഇൻ മെറ്റീരിയൽ. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സ്റ്റാൻഡർഡൈസേഷൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദെൻ നാലാമത്തത് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ഓഫ് മെൻ ആൻഡ് മെഷീൻസ്. ആളുകളുടെയും യന്ത്രങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ ഒരു ഐക്യം കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഒരു നിലവാരം, ഒരു നിശ്ചിത നിലവാരത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ സ്റ്റാൻഡർഡൈസേഷൻ സഹായിക്കുന്നുണ്ട്. ദ സെക്കൻഡ് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് വർക്ക് സ്റ്റഡി എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം. വർക്ക് സ്റ്റഡിയെ നമ്മൾ വീണ്ടും പലതായിട്ട് തരംതിരിച്ചത് കൊണ്ട് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് പഠിക്കുകയാണ്. വർക്ക് സ്റ്റഡിയുടെ ഒരു ഭാഗം മെത്തേഡ് സ്റ്റഡിയാണ്. സോ ദ ടെക്നിക് ഈസ് മെത്തേഡ് സ്റ്റഡി. ഐ ടോൾഡ് യു ഇറ്റ്സ് വൺ ഓഫ് ദി എലമെന്റ്സ് ഓഫ് വർക്ക് സ്റ്റഡി ടെക്നിക്. കോമൺ ആയിട്ട് പറയുന്നത് വർക്ക് സ്റ്റഡി ടെക്നിക്കിന്റെ ഒരു എലമെന്റ് ആണ് മെത്തേഡ് സ്റ്റഡി. The objective of method study is to find out one best way of doing the job. ശാസ്ത്രീയ മാനേജ്മെന്റ് ഊന്നൽ നൽകുന്നത് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ജോബ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല മെത്തേഡ് എന്താണ് എന്ന് തിരിച്ചറിയലാണ്. അപ്പൊ ഇവിടെ ശാസ്ത്രീയ മാനേജ്മെന്റിലെ മെത്തേഡ് സ്റ്റഡി ഉറപ്പുവരുത്തുന്നത് എന്താണ് ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം, അത് തിരിച്ചറിയലാണ്. അതിനുവേണ്ടി പഠനം നടത്തുക. ആ നടത്തുന്ന പഠനത്തിന്റെ പേരാണ് മെത്തേഡ് സ്റ്റഡി. ഫൈൻഡിങ് ഔട്ട് ദ വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ job. The second element of work study is motion study, ചലന പഠനം. It's one of the elements of work study technique. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വർക്ക് സ്റ്റഡി ടെക്നിക്കിന്റെ ഒരു എലമെന്റ് ആണ്. സോ മോഷൻ സ്റ്റഡി refers to the study of movement like lifting, putting objects, sitting and changing positions etc. which are undertaken while doing a typical job. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്യുക അല്ലെ, സാധനങ്ങൾ ഉയർത്തുക, പുട്ടിംഗ് ദി ഒബ്ജക്റ്റ്, ഒരു സ്ഥലത്ത് സാധനങ്ങൾ പ്ലേസ് ചെയ്യുക, സിറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് പൊസിഷൻസ് എക്സെട്ര. അപ്പൊ ആളുകൾ ചലിക്കുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, സാധനങ്ങൾ വെക്കുന്നത്, സാധനങ്ങൾ എടുക്കുന്നത്, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ചലനങ്ങളെ പഠിക്കുന്ന പഠനമാണ്. ചലനങ്ങൾ പഠിക്കണമെന്നാണ് സയന്റിഫിക് മാനേജ്മെന്റിലെ FW ടൈലർ പറയുന്നത്. അതായത് അൺനെസസറി മൂവ്മെന്റ്സ് ആർ സോട്ട് ടു ബി എലിമിനേറ്റഡ്. ഇങ്ങനെ ഈ ചലനം പഠിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചില ചലനങ്ങൾ ഉണ്ടാവും, അത് ഒഴിവാക്കണം. സോ ദാറ്റ് ഇറ്റ് ടേക്സ് ലെസ് ടൈം ടു കംപ്ലീറ്റ് ദി ജോബ് എഫിഷ്യന്റ്ലി. ഒരു ജോലി ചെയ്യുന്നതിന്, ഒരു ജോലി പൂർത്തിയാക്കുന്നതിന്, ഒരു ജോലി കാര്യക്ഷമമായി പൂർത്തിയാക്കുന്നതിന് അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആവശ്യത്തിന് മാത്രമുള്ള ചലനങ്ങൾ എടുക്കണം എന്നാണ് മോഷൻ സ്റ്റഡിയിൽ പറയുന്നത്. ഇവിടെ 3 തരത്തിലുള്ള ചലനങ്ങളാണ് ടൈലർ സജസ്റ്റ് ചെയ്യുന്നത്. മോഷൻ വിച്ച് ആർ പ്രൊഡക്റ്റീവ്, അത് ഒരു സ്ഥാപനത്തിന് ആവശ്യമാണ്. കാര്യക്ഷമത, ഉൽപാദനക്ഷമതയുള്ള ചലനങ്ങൾ. ഒരു എംപ്ലോയി ഒരു റോ മെറ്റീരിയൽ എടുത്തുകൊണ്ട് ആ മെഷീന്റെ സമീപത്തേക്ക് നടക്കുന്നത് പ്രൊഡക്റ്റീവ് മോഷനാണ്, വിച്ച് ആർ പ്രൊഡക്റ്റീവ്. രണ്ടാമത്തെ മോഷൻ വിച്ച് ആർ ഇൻസിഡന്റൽ, മൂവിങ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുക, ഇൻസിഡന്റൽ, ആകസ്മിക ചലനമാണ്. ആൻഡ് മോഷൻ വിച്ച് ആർ അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് മോഷൻ, യാതൊരു ഗുണവുമില്ലാത്ത, യാതൊരു ഉൽപാദനക്ഷമതയും ഇല്ലാത്ത ചലനങ്ങൾ, വെറുതെ അലസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുക, അൺപ്രൊഡക്റ്റീവ് മോഷനാണ്. ഇങ്ങനെ 3 തരത്തിൽ ചലനങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് ടൈലർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് റൂമിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. മോഷൻ വിച്ച് ആർ പ്രൊഡക്റ്റീവ്, ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുക, ഒരു പ്രൊഡക്റ്റീവ് മോഷനാണ്. മോഷൻ വിച്ച് ആർ ഇൻസിഡന്റൽ, നമ്മുടെ ബാഗിൽ നിന്ന് പുസ്തകം എടുക്കുക, എഴുതാൻ വേണ്ടി ബാഗിൽ നിന്ന് പുസ്തകം എടുക്കുക എന്ന് പറയുന്നത് ഒരു ഇൻസിഡന്റൽ മോഷനാണ്. അതില്ലാതെ നമുക്ക് പ്രൊഡക്റ്റീവ് മോഷനായ എഴുതുക എന്ന് പറയുന്ന പ്രക്രിയ നടക്കില്ല.
മൂന്നാമത്തത് വെറുതെ പേന അങ്ങോട്ട് എറിഞ്ഞ് കളിക്കുക ഇങ്ങോട്ട് എറിഞ്ഞ് കളിക്കുക, ക്ലാസ്സിൽ റോക്കറ്റ് ഉണ്ടാക്കി വിടുക എന്ന് പറയുന്നത് അൺപ്രൊഡക്റ്റീവ് മോഷനാണ്. ഒരു ഗുണവും അതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ 3 തരത്തിലുള്ള മോഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എലിമിനേറ്റ് ദി അൺപ്രൊഡക്റ്റീവ് മോഷൻ. അല്ലെ, നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന അൺപ്രൊഡക്റ്റീവ് മോഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ പഠനം കുറച്ചും കൂടെ എളുപ്പമായി തീരുമെന്നാണ് പറയുന്നത്. അൺപ്രൊഡക്റ്റീവ് മോഷൻസ് എലിമിനേറ്റ് ചെയ്യുക, ഇൻസിഡന്റൽ മോഷൻസ് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻസിഡന്റൽ മോഷൻസ് ഒഴിവാക്കുക, അത്യാവശ്യമായിട്ട് വരുന്ന ഇൻസിഡന്റൽ മോഷൻസ് നടപ്പിലാക്കുക, then productive motions ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. So these are the different motions to be analyzed while studying the motion of workers. വർക്ക് സ്റ്റഡിയുടെ മൂന്നാമത്തെ എലമെന്റ് ആണ് ടൈം സ്റ്റഡി. ഒന്ന് മെത്തേഡ് സ്റ്റഡി പറഞ്ഞു, രണ്ടാമത്തേത് മോഷൻ സ്റ്റഡി, മൂന്നാമത്തെ ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി ഡിറ്റർമൈൻസ് ദി സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. ഒരു ജോലി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈം എത്രയാണ് എന്ന് തീരുമാനിക്കലാണ് ടൈം സ്റ്റഡി. ഇപ്പം വിവിധ കാലങ്ങളിൽ പല പ്രാവശ്യമായിട്ട് പഠനം നടത്തിയിട്ട് ഒരു ജോലി പൂർത്തീകരിക്കാൻ എത്ര സമയം വേണമെന്ന് തീരുമാനിക്കും. അപ്പൊ അങ്ങനെ ഓരോ ജോലിയും പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന പഠനമാണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ആ ജോലിക്ക് ഒരു നിലവാരമായി, അല്ലെ, ആ സമയത്തിനുള്ളിൽ ആ ജോലി തീർക്കാൻ സാധിക്കും. ആ സമയത്തിനുള്ളിൽ ജോലി തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മാനേജേഴ്സ് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഓരോ ജോലിക്കും കൃത്യമായിട്ടുള്ള സമയങ്ങൾ നിർവചിച്ചിട്ടുണ്ടാവും ടൈം സ്റ്റഡി അനുസരിച്ച്. വർക്ക് സ്റ്റഡിയുടെ നാലാമത്തെ എലമെന്റ് നോക്കിയാൽ ഫറ്റീഗ് സ്റ്റഡിയാണ്, ക്ഷീണ പഠനമാണ്. ക്ഷീണം പഠിക്കുക. എന്തിനാണ് ഈ ക്ഷീണം പഠിക്കുന്നത്? നമ്മുടെ ക്ലാസ് റൂമിലായാലും നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ മാനസികാവസ്ഥയിൽ ഇരിക്കാൻ പറ്റില്ല, അല്ലെ? വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷീണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്താണ് ഈ ക്ഷീണം കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നത്? ടേക്ക് ഇന്റർവെൽസ്, അല്ലെ? നിശ്ചിത സമയങ്ങളിൽ ഇടവേളകൾ എടുക്കലാണ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ 2 പീരീഡ് കഴിയുമ്പോൾ നമുക്കൊരു ഇടവേള കിട്ടി, അടുത്ത 2 പീരീഡ് കഴിയുമ്പോൾ ലഞ്ച് ബ്രേക്ക് കിട്ടി, പിന്നെ 2 പീരീഡ് കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സമയങ്ങൾ കിട്ടുകയാണ്. എന്തിനാണ് ഈ ഇടവേളകൾ തരുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഇടവേളകൾ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷീണ പഠനം നടത്തുന്നത്. സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് ദി ടാസ്ക്. ഒരു ടാസ്ക് പൂർത്തിയാക്കുന്നതിനിടയിൽ എത്ര ഇന്റർവെൽ കൊടുക്കേണ്ടതുണ്ട്, അതിന്റെ ഫ്രീക്വൻസി എന്താണ്, അതിന്റെ ടൈം എന്താണ്, എത്ര പ്രാവശ്യം ഇന്റർവെൽ കൊടുക്കണം, ആ ഓരോ ഇന്റർവെല്ലിന്റെ സമയം എന്താണ് എന്ന് തീരുമാനിക്കുന്നതാണ് ക്ഷീണ പഠനം. അത് തീരുമാനിക്കാനാണ് ക്ഷീണ പഠനം. അപ്പോൾ ഓരോ ഇന്റർവെല്ലിന് ശേഷം വീണ്ടും റിഫ്രഷ് ആവും, എംപ്ലോയീസ് റിഫ്രഷ് ആവും. അപ്പോൾ അടുത്ത ഇന്റർവെല്ലിന് ശേഷം വരുന്ന അടുത്ത സെഷൻ വീണ്ടും ആക്റ്റീവായി മാറും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവർ ഫാറ്റീഗ് ആവും, ക്ഷീണമാകും. അപ്പോൾ ക്ഷീണമാകുമ്പോൾ അടുത്ത ഇന്റർവെല്ലിൽ കൊടുത്താൽ അവർ വീണ്ടും ഒന്ന് എനർജൈസ് ചെയ്തിട്ട് അടുത്ത സെഷൻ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ സമയത്തും എംപ്ലോയീസിന്റെ ക്ഷീണം പഠിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇന്റർവെൽ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ ഫാറ്റീഗ് പഠിക്കണം എന്നാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഒരു ടെക്നിക് സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്ക് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇതുകൊണ്ട് ഈ മെത്തേഡിനെ തന്നെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, അതായത് എംപ്ലോയീസിന്റെ കൂലി നിശ്ചയിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടാണ്, വിഭിന്നങ്ങളായിട്ടാണ്. ഡിഫറന്റ് വേജസ് ആർ ഫിക്സഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറന്റ് വേജസ് ഫിക്സ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നോക്കാം. ദ വർക്കേഴ്സ് ക്യാൻ ക്ലാസിഫൈഡ് ആസ് എഫിഷ്യന്റ് ഓർ ഇൻഎഫിഷ്യന്റ് ഓൺ ദി ബേസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. വർക്കേഴ്സിന്റെ ജോലിക്ക് സമയം അല്ലെങ്കിൽ അവരുടെ നിലവാരം നിശ്ചയിക്കുകയാണ്. ആ നിലവാരം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്കേഴ്സിനെ കാര്യക്ഷമതയുള്ള വർക്കേഴ്സ് എന്നും കാര്യക്ഷമത കുറഞ്ഞ വർക്കേഴ്സ് എന്നും തരംതിരിക്കുക, എഫിഷ്യന്റ് വർക്കേഴ്സ് എന്നും ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ് എന്നും തരംതിരിക്കുക. ചിലര് കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കുന്നു, ചിലർക്ക് കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ തരംതിരിച്ചു കഴിഞ്ഞാൽ എഫിഷ്യന്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് മോർ. നല്ലപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂലി കൊടുക്കും. ഒരേ തലത്തിൽ വർക്ക് ചെയ്യുന്ന നല്ലപോലെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ കൂലിയും, അത്രയൊന്നും കാര്യക്ഷമത ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരുടെ കൂലി കുറവും നിശ്ചയിക്കുക. സോ ടൈലർ ഇൻട്രൊഡ്യൂസ്ഡ് ഡിഫറന്റ് റേറ്റ് ഓഫ് വേജ് പേയ്മെന്റ് ഫോർ ദോസ് ഹു പെർഫോംഡ് എബവ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഫോർ ദോസ് ഹു പെർഫോംഡ് ബിലോ ദി സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടിയ കൂലിയും സ്റ്റാൻഡേർഡിന്റെ കുറവ് പ്രവർത്തിക്കുന്നവർക്ക് കുറഞ്ഞ കൂലിയും. അത് നമ്മുടെ ക്ലാസ്സിലും സംഭവിക്കാറില്ലേ? നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് A+ഉം, അത്രയൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത ആൾക്കാർക്ക് A+ന് താഴേക്ക്, അവസാനം ഒട്ടും പെർഫോം ചെയ്യാത്തവർക്ക് D+ഓ Dയോ കിട്ടുന്ന ഒരു അവസ്ഥ നമ്മളും കാണുന്നില്ലേ? അതുപോലെ ഒരേ ക്ലാസ് റൂമിൽ ഇരിക്കുന്നയാളെ വിവിധ തരത്തിലേക്ക് തരംതിരിക്കുന്നത് പോലെ തന്നെ ഒരേ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ എഫിഷ്യൻസി അനുസരിച്ച് ഡിഫറന്റ് വേജ് സിസ്റ്റംസ് ആർ അലൗഡ്. ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഇത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും.
ഞങ്ങൾ കുറച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂലി കുറഞ്ഞു പോകുമോ എന്ന പേടി കാരണം അവർ കൂടുതൽ പെർഫോം ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ അവരുടെ എഫിഷ്യൻസി കൂടുകയും ബിസിനസിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു. നല്ലൊരു ടെക്നിക്കല്ലേ? ടൈലർ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ടെക്നിക്കാണ് differential piece wage system. So these are the important techniques suggested by F.W. Taylor for scientific management. The important one is functional foremanship. രണ്ടായിട്ട് ഫോർമാനെ തരംതിരിക്കുന്നു. പ്രൊഡക്ഷൻ ഇൻചാർജ്, പ്ലാനിംഗ് ഇൻചാർജ് എന്ന് തരംതിരിച്ച് ഓരോരുത്തരുടെയും കീഴിൽ 4 വീതം ഫോർമാനുകളെ ഡിവൈഡ് ചെയ്യുകയാണ്. Then standardization and simplification of a task. Then method study, motion study, time study, fatigue study and differential piece wage system are the techniques suggested by F.W. Taylor. ഇനി നമ്മൾ ശാസ്ത്രീയ മാനേജ്മെന്റിൽ നിന്നും ജനറൽ മാനേജ്മെന്റിലേക്ക് കടക്കുകയാണ്. ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോൾ സജസ്റ്റഡ് 14 പ്രിൻസിപ്പിൾസ് ഫോർ ജനറൽ മാനേജ്മെന്റ്. ജനറൽ മാനേജ്മെന്റിന് 14 പ്രിൻസിപ്പിൾസ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ജനറൽ മാനേജ്മെന്റിന്റെ 14 പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഹെൻറി ഫയോൾ അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലെ എറ്റ് ജനറൽ 1917 പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലെ എറ്റ് ജനറൽ എന്ന പുസ്തകത്തിൽ ജനറൽ മാനേജ്മെന്റിന് 14ഓളം പ്രിൻസിപ്പിൾസ് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ പ്രിൻസിപ്പിൾസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് ഡെവലപ്ഡ് ഫ്രം ഹിസ് എക്സ്പീരിയൻസസ്, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 14ഓളം പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. The important principles suggested by Henry Fayol are division of work, authority and responsibility, discipline, unity of command, unity of direction, subordination of individual interest to general interest, remuneration of employees, centralization and decentralization, scalar chain, order, equity, stability of personnel, initiative and a spirited corps. The first principle of Henry Fayol is division of work. In business, work can be performed more efficiently if it is divided into specialized tasks, each performed by a specialist or trained employee. ഒരു സ്ഥാപനത്തിലെ ജോലികളെ എന്ത് ചെയ്യുക? വിവിധങ്ങളായിട്ട് വിഭജിക്കുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോന്നും ഓരോ എക്സ്പെർട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഓരോ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ദിസ് റിസൾട്ട് ഇൻ എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് ഔട്ട്പുട്ട്. ഇതിലൂടെ നമുക്ക് ഔട്ട്പുട്ട് എഫിഷ്യന്റും ഇഫക്റ്റീവും ആക്കി തീർക്കാൻ സാധിക്കും. ഇത് നമ്മൾ മുൻ എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? വിവിധങ്ങളായിട്ട് വർക്കേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷനിൽ അറിയാവുന്ന, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന ആളുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, നല്ലതുപോലെ വിപണനം അറിയാൻ പറ്റുന്ന ആളുകളെയൊക്കെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ, നല്ല സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ആളുകളെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ, നല്ലതുപോലെ ആളുകളെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളെ ഓരോ മേഖലകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ എഫിഷ്യൻസി കൂട്ടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതേ ജോലി തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ ആ മേഖലയിലുള്ള അറിവ് കൂടുകയും അവരതിൽ സ്പെഷ്യലിസ്റ്റ് ആകുകയും എക്സ്പെർട്ടായി തീരുകയും ചെയ്യുന്നു. എക്സ്പെർട്ടും സ്പെഷ്യലിസ്റ്റും ആകുമ്പോൾ എന്താ ഗുണം? അവരുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു എന്നറിയാം അല്ലെ? സ്പെഷ്യലൈസേഷൻ ലീഡ്സ് ടു എഫിഷ്യൻസി ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ മോഡേൺ ടൈംസ് എന്ന് പറയുന്ന ചാർലി ചാപ്ലിൻ സിനിമയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലെ? അതിൽ പല രംഗങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് ഒരേ ടാസ്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊണോട്ടണസ് ഉണ്ടാവാം, വിരസത ഉണ്ടാവാം, അതൊക്കെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിരസത ഉണ്ടാകുന്നുണ്ട് എങ്കിലും എംപ്ലോയീസ് ഒരേ രീതിയിൽ ഒരേ ജോലി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരതിൽ സ്പെഷ്യലിസ്റ്റ് ആകും. അൺനെസസറി ഇമോഷൻസ് ക്യാൻ ബി എലിമിനേറ്റഡ്. അതുപോലെ തന്നെ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ക്യാൻ ബി എലിമിനേറ്റഡ്. പരിചയസമ്പന്നല്ലാത്ത ഒരാൾ വന്നിട്ട് ആ ജോലി ചെയ്യുമ്പോൾ വേസ്റ്റേജ് ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട്. So that one is first principle, division of work. The second one is authority and responsibility. Authority is the right to give orders and obtain obedience. അധികാരം എന്ന് പറയുന്നത് ഓർഡറുകൾ കൊടുക്കാനുള്ള ഒരാളുടെ അവകാശമാണ് അല്ലെ? റൈറ്റ് ആണ്, അധികാരമാണ്. അതേപോലെ തന്നെ ആളുകളിൽ നിന്ന് അനുസരണ നേടുക എന്നുള്ളതും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക,
അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് അതോറിറ്റിയാണ്. ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഈസ് ദി കൊറോളറി ഓഫ് ദാറ്റ് അതോറിറ്റി. ഇപ്പോൾ അതോറിറ്റിയിൽ എന്താണോ പറയുന്നത് അതിന് നേരെ എതിരാണ് റെസ്പോൺസിബിലിറ്റി. എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളുടെ ഉത്തരവാദിത്വമാണ്. ദർ ഷുഡ് ബി, അപ്പൊ ഇവിടെ ഹെൻറി ഫയൽ പറയുന്നത് അതോറിറ്റി, ഒരാളിൽ കുറെ അതോറിറ്റി, അയാൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അധികാരമുള്ള ആൾക്ക് എന്തും വേണം, അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം വേണം. ഒരാൾക്ക് കുറെ റെസ്പോൺസിബിലിറ്റി, അടിമ പോലെ ഇങ്ങനെ പണിയെടുക്കുക, ഒരു അധികാരവുമില്ല, കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഹെൻറി ഫയൽ പറയുന്നത് there should be a balance between the authority and responsibility. There should be a parity between, equality between authority and responsibility. അതോറിറ്റി എത്രയാണോ അത്രയും ഉത്തരവാദിത്വം അയാൾക്കുണ്ടാവണം, റെസ്പോൺസിബിലിറ്റി എത്രയാണോ അത്രയും അധികാരം അയാൾക്കുണ്ടാവണം. നിങ്ങളുടെ കാര്യത്തിൽ എടുത്ത് നോക്കാം, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, നിങ്ങൾക്ക് അധികാരവുമുണ്ട് അല്ലെ? അധികാരം മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ മാത്രം നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഫുൾഫിൽ ചെയ്യാണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ മാത്രം ചോദിച്ചാൽ കാര്യം നടക്കുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ റിബലിയസ് ആവും. ഇനി നേരെ തിരിച്ച് ഓരോ അവകാശം ചോദിക്കാണ്ട് നിങ്ങൾ ഉത്തരവാദിത്വം മാത്രം നിറവേറ്റിക്കൊണ്ട് പോയാലോ? അതും കാര്യമില്ല. ഇനി അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകർ ഒരുപാട് അധികാരങ്ങൾ പറയുകയാണ്, ക്ലാസ്സിൽ വരുന്നില്ല, പഠിപ്പിക്കുന്നില്ല, അധികാരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, കാര്യമുണ്ടോ? ഇല്ല. ആ അധ്യാപകന് പഠിപ്പിക്കാനുള്ള ഒരു അധികാരമുണ്ട് എങ്കിൽ അത് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അയാളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു അധികാരം കിട്ടിയ ആൾക്ക് തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാവണം, ഉത്തരവാദിത്വമുള്ള ആൾക്ക് അതിന് തുല്യമായിട്ടുള്ള അധികാരവും അവകാശവും ഉണ്ടാവണമെന്നാണ് ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിളിലൂടെ നമ്മളോട് പറയുന്നത്. The third principle of Henry Fayol is discipline. അച്ചടക്കം. Discipline is the obedience to the organization rules and employment agreement. തൊഴിലിൽ പറയുന്ന റൂൾസ് എന്തൊക്കെയാണ്, നടപടികൾ എന്തൊക്കെയാണ്, ആ റൂളും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങളും കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു തൊഴിലിലേക്ക് നിയമിക്കുമ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന ആ എഗ്രിമെന്റിൽ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അയാൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. അതനുസരിക്കാൻ, തൊഴിലിടത്തിൽ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാൻ അയാൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. രാവിലെ 10 മണിക്ക് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് റൂൾ ആണ് എങ്കിൽ 11 മണിക്ക് വരുന്നത് ഡിസിപ്ലിൻ അല്ല, 10 മണിക്ക് വരിക എന്നുള്ളതാണ് ഡിസിപ്ലിൻ. വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് 5 മണി വരെ പ്രവർത്തിക്കാനുള്ള അയാളുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഈ ഡിസിപ്ലിൻ ഫോളോ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് എഫിഷ്യന്റ് ആകുകയുള്ളൂ എന്നാണ് ഹെൻറി ഫയൽ പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് കമാൻഡുകൾ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് ഐക്യമുണ്ടാവണം എന്നാണ് പറയുന്നത്. കമാൻഡുകൾ, കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഓർഡറുകൾ സ്വീകരിക്കുന്നതിന് ഒരു ഐക്യമുണ്ടാവണം. According to Fayol, there should be one and only one boss for every individual employee. ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിക്കും ഒരു ബോസേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയിക്കും ഓരോ ബോസ് ഉണ്ടാവണമെന്നല്ല, ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിക്കും ഒരു ബോസേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്ന അധ്യാപകൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോസായിട്ട് പരിഗണിച്ചാൽ, ക്ലാസ്സിലിരിക്കുന്ന 65 കുട്ടികളുടെയും ബോസ് എന്ന് പറയുന്നത് ആ അധ്യാപകനായിട്ട് പരിഗണിക്കാം. അപ്പോൾ ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അയാളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന ആളിൽ നിന്ന് ബിസിനസ് സ്റ്റഡീസിന്റെ കണ്ടന്റുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. There should be one boss for every individual employee. If an employee gets orders from 2 superiors, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 സുപ്പീരിയറിൽ നിന്ന് ഒരു എംപ്ലോയിക്ക് നിർദ്ദേശങ്ങൾ കിട്ടുകയാണ്, it will result in കൺഫ്യൂഷൻ അല്ലെ? ഇത് ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ആര് പറയുന്നതാണ് അനുസരിക്കേണ്ടത് എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരു എംപ്ലോയിക്ക് അയാളുടെ മുകളിൽ ഒരു ബോസ് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡക്ഷൻ മാനേജർ പറയുന്നത് പോലെയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ വർക്കേഴ്സും പ്രവർത്തിക്കേണ്ടത്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ പറയുന്നത് പോലെ ചെയ്യാൻ പോയാൽ കൺഫ്യൂഷൻ ഉണ്ടായെടുക്കാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് if an employee gets orders from 2 superiors at the same time, the principle of unity of command is violated. ഒരേ സമയം ഒരു എംപ്ലോയി 2 ബോസിൽ നിന്ന് 2 സുപ്പീരിയറിൽ നിന്ന് കമാൻഡുകൾ സ്വീകരിച്ചാൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെടുന്നു. സോ വൺ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഹിസ് ബോസ് ഓൺലി. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദിശ ഐക്യം എന്നാണ് പറയാം. അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരേ ദിശയിലേക്ക് ഉന്നം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ്
all the units of an organization should be moving towards the same objective. അല്ലെ, ഒരേ ഒരു ലക്ഷ്യമാണ്. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നമ്മൾ മുൻ എപ്പിസോഡിൽ കാണാറ് കോമൺ ഒബ്ജക്റ്റീവ് ഓർ കോമൺ ഗോൾ ഓറിയന്റഡ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ ആളുകളും ഓർഗനൈസേഷന്റെ ലക്ഷ്യം, അതായത് ഉയർന്ന ലാഭമുണ്ടാക്കുക എന്നുള്ള ഓർഗനൈസേഷന്റെ കോമൺ ഗോൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത്. ഓൾ ദി യൂണിറ്റ്സ് ഓഫ് an organization should be moving towards the same objectives through coordinated and focused effort. അപ്പൊ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ കോഓർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. പല പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എല്ലാ മാനേജേഴ്സും കൂട്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആയാലും, ഫൈനാൻസ് മാനേജർ ആയാലും, മാർക്കറ്റിംഗ് മാനേജർ ആയാലും, പേഴ്സണൽ മാനേജർ ആയാലും എല്ലാവരുടെയും ഉദ്ദേശം, അവരവരുടെ ഡിപ്പാർട്ട്മെന്റിന് ഓരോ ലക്ഷ്യമുണ്ട് എങ്കിലും എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഗ്രൂപ്പ് ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. Then each group of activities having the same objective must have one head and one plan. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഒബ്ജക്റ്റീവും ഉണ്ടാവണം, ഓരോ പ്ലാനും ഉണ്ടാവണം, ഓരോ ഹെഡും ഉണ്ടാവണം. അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് കോമൺ ഗോളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പേഴ്സണൽ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഫൈനാൻസ് മാനേജർ, ഓരോന്നിനും ഓരോ ഹെഡ് ഉണ്ട്, ഓരോ പ്ലാനും ഉണ്ട്. But all these departments are coordinated together towards the attainment of the organizational goal. The sixth principle of general management is subordination of individual interest to general interest. That means the interest of the organization should take priority over the interest of the individual. ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന കുറേ ജോലിക്കാരുടെ വ്യക്തി താല്പര്യത്തിനേക്കാൾ കൂടുതൽ ആ ഓർഗനൈസേഷന്റെ താല്പര്യത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ, ഓരോ സ്ഥാപനത്തിലും ജോലിക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ട്, വ്യക്തി താല്പര്യങ്ങളുണ്ട്. ഈ വ്യക്തി താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിനായിരിക്കണം. വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വെറുതെ ഐഡിയലായിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതല്ല പ്രാധാന്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ ഒന്ന് സബോർഡിനേറ്റ് ചെയ്ത് താഴേക്ക് ഇറക്കി വെക്കണം. നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ ഒന്ന് താഴേക്ക് വെച്ചുകൊണ്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുകളിലേക്ക് വെക്കണം എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ വരുന്നതിന് പല താല്പര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ പല താല്പര്യങ്ങളും അവിടെ കൂടി 65 ആളുകൾ ഒരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ക്ലാസ് മൊത്തം ബഹളമായിരിക്കും അല്ലെ. ആ ആളുകളുടെ താല്പര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മാറ്റിവെക്കുകയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും മാറ്റിവെച്ചുകൊണ്ട് ആ സബ്ജക്റ്റ് പഠിക്കണമെന്നുള്ള നമ്മളുടെ കോമൺ ഒബ്ജക്റ്റീവിന് ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ക്ലാസ് ഒരു ഡിസിപ്ലിൻഡ് ക്ലാസ് റൂമായി മാറുകയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുക. ഇത് മാനേജ്മെന്റിനുണ്ട്. ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന വ്യക്തി താല്പര്യങ്ങളെയൊക്കെ ഒന്ന് കീഴോട്ട് ഇറക്കി വെച്ചുകൊണ്ട് അവരെ മുകളിലേക്ക് കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഓർഗനൈസേഷന്റെ ഗോളായിരിക്കും. അതുകൊണ്ട് എന്താ നേട്ടമുണ്ടാകുന്നത് എംപ്ലോയീസിന്? ഓർഗനൈസേഷന്റെ ഗോളിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി കഠിനമായി പ്രവർത്തിക്കുകയും അങ്ങനെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുകയും കൂടുതൽ ലാഭം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കൂടിയ ലാഭത്തിന്റെ ഒരു ഷെയർ ശമ്പളത്തിന്റെ വർധനവിലൂടെ എംപ്ലോയീസിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ വന്നിട്ട് നമ്മളുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ച് കൂടുതൽ ഓർഗനൈസേഷന്റെ നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും കൂടുതൽ സ്കോർ നേടിയെടുക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ മാനേജ്മെന്റിന് ഓരോ ആളുകളും കൂടിയ പ്രൊഡക്ടിവിറ്റി കാഴ്ചവെക്കുന്നതിലൂടെ ഉയർന്ന ലാഭമുണ്ടാകുകയും ആ ഉയർന്ന ലാഭത്തിന്റെ വിഹിതമായിട്ട് കൂടുതൽ ശമ്പളം ഓരോ വ്യക്തികൾക്ക് കിട്ടുകയും ചെയ്യും. That is subordination of individual interest to general interest. ഏത് ഗ്രൂപ്പിൽ പോയാലും നമ്മൾ ആ ഗ്രൂപ്പിന്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മളുടെ വ്യക്തി താല്പര്യത്തിനാവരുത്. The seventh principle of management is remuneration of employees. That is, ഇവിടെ പറയുന്നത് ഓരോ എംപ്ലോയീസിനും ഫെയർ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ ഉറപ്പുവരുത്തണം, ന്യായമായ ഒരു വേതനം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ദ എംപ്ലോയീസ് ഷുഡ് ബി പെയ്ഡ് ഫെയർ വേജസ്. ഓരോ വർക്കർക്കും ഫെയർ വേജസ് കൊടുക്കണം, ന്യായമായ വേജസ് കൊടുക്കണം. വിച്ച് ഷുഡ് ഗിവ് them at least a reasonable standard of living. അപ്പോൾ ഒരു ന്യായമായ രീതിയിൽ ഒരു ജീവിത നിലവാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ന്യായമായ വേജസ് ഓരോ തലത്തിലുമുള്ള വർക്കേഴ്സിന് കിട്ടണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്.
അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദി പേയിങ് കപ്പാസിറ്റി ഓഫ് ദി കമ്പനി. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ശമ്പളം കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നല്ലപോലെ എംപ്ലോയീസ് മെച്ചപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് എംപ്ലോയീസിന് കൂടുതൽ ശമ്പളം കൊടുത്താൽ എന്താ സംഭവിക്കുക? ദാറ്റ് വിൽ അഫക്ട് ദി പേയിങ് കപ്പാസിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ പേയിങ് കപ്പാസിറ്റി നോക്കിക്കൊണ്ട് ആ പേയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ന്യായമായ വേതനം എംപ്ലോയീസിന് കൊടുക്കണം എന്നാണ് ഫെയർ റെമ്യൂണറേഷൻ എന്ന പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആകുന്നു, ഓർഗനൈസേഷൻ മാനേജേഴ്സും സാറ്റിസ്ഫൈഡ് ആകുന്നു. എട്ടാമത്തെ പ്രിൻസിപ്പിൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. What is centralization? The concentration of decision making authority is called centralization. തീരുമാനമെടുക്കാനുള്ള അധികാരം മുഴുവൻ ഒരു പ്രത്യേക മേഖലയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചാൽ that is called centralization. അതായത് ടോപ്പ് ലെവൽ മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ എന്തായി? മുഴുവൻ കേന്ദ്രീകരണ ഭരണമാണ്, അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. Then what is decentralization? Decentralization means dispersal among more than one person. കൂടുതൽ ആളുകളിലേക്ക് തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസ് ഡിസ്പേഴ്സ്ഡ് എമംഗ് മോർ പേഴ്സൺ. കുറെ ആളുകളിലേക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ്, അധികാരം വികേന്ദ്രീകരിച്ച് പോവുകയാണ്. അധികാരം കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് നല്ല നിലപാടായിരിക്കില്ല. ഒരാൾ തന്നെ തീരുമാനം എടുക്കുക, വല്ലാത്തൊരു ഓട്ടോക്രാറ്റിക് മാനേജ്മെന്റ് ആയിരിക്കും. എന്നാൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് വരണമെങ്കിൽ, ജനാധിപത്യ രീതിയിലുള്ള മാനേജ്മെന്റ് വരണമെങ്കിൽ അധികാരം വികേന്ദ്രീകരിച്ച് കൊടുക്കേണ്ടതാണ്. നമ്മൾ പഞ്ചായത്ത് രാജൊക്കെ എടുത്തു നോക്കിയാൽ കാണാം, അധികാരങ്ങളൊക്കെ താഴെ തട്ടിലേക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പം പഞ്ചായത്തിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ട്, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റും, അവരുടെ സ്വന്തമായിട്ടുള്ള ഭരണ സംവിധാനമുണ്ട്, അല്ലെ? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഭരണ സംവിധാനം. അപ്പൊ മേലെ തട്ടിലുള്ള ഭരണത്തെ താഴെ തട്ടിൽ വികേന്ദ്രീകരിച്ച് കൊടുത്തിരിക്കുന്നതാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിരിക്കും, മാനേജ്മെന്റ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ പോലും നോക്കി നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഭരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പഞ്ചായത്ത് രാജിന് സാധിക്കുന്നുണ്ട്. ഒരു മാനേജ്മെന്റിലും ഇത് തന്നെ വേണമെന്നാണ് പറയുന്നത്. ടോപ്പ് ലെവൽ എല്ലാ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് പകരം താഴെ തട്ടിലുള്ള വർക്കേഴ്സിനും കൂടെ അധികാരം കൊടുക്കുകയാണ് എങ്കിൽ, കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് എങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയി മാറും എന്നാണ് ഡീസെൻട്രലൈസേഷൻ പറയുന്നത്. 9ാമത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ സ്കാലാർ ചെയിൻ ആണ്. സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ചെയിൻ ഈസ് എ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്. എ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക് ഈസ് കോൾഡ് സ്കാലാർ ചെയിൻ. എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെയുള്ള മാനേജറിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഫോർമാനിലേക്കും വർക്കേഴ്സിലേക്കും അധികാരം പോകുന്ന ആ ശ്രേണിയെ, കമാൻഡുകൾ പോകുന്ന ആ ലൈൻ ഓഫ് അതോറിറ്റിയെ ആണ് നമ്മൾ സ്കാലാർ ചെയിൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദി ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ദി ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക് ആർ കോൾഡ് സ്കാലാർ ചെയിൻ. So organizations should have a chain of authority and communications that runs from the top to bottom and should be followed by managers and the subordinates. ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സിൽ നിന്ന് ലോവർ ലെവലിലുള്ള വർക്കേഴ്സിലേക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ടാവണം. അതിനൊരു ലൈൻ കൊടുത്തിട്ടുണ്ടാവണം. ആ ലൈനിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ പിക്ചറിൽ കാണുന്ന ആ ഒരു ലൈൻ ഓഫ് അതോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ, ABCD, നമ്മൾ ആ ലൈൻ ഓഫ് അതോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആ ലൈനിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഡോണ്ട് കട്ട് അക്രോസ് ദിസ് ലൈൻ. ഈ ലൈൻ മുറിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അധികാരമോ അല്ലെങ്കിൽ കമാൻഡുകളോ കമ്മ്യൂണിക്കേഷനോ പോകാൻ പാടില്ല. കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. പക്ഷേ ഇങ്ങനെ കൃത്യമായിട്ട് ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഈ ലൈനിലൂടെ മാത്രമാണ് കമാൻഡുകൾ കമ്മ്യൂണിക്കേഷൻസ് പോകുന്നത് എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, ആശയവിനിമയം നടത്തുന്നതിൽ കാലതാമസം ഉണ്ടാവാം. ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി ഹെൻറി ഫയോൾ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ, എമർജൻസി സിറ്റുവേഷൻസിൽ ഈ ഫോർമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ കട്ട് അക്രോസ് ചെയ്യാം. അത് ഭേദിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഗ്യാങ് പ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. ഗ്യാങ് പ്ലാങ്ക് മീൻസ് the communications takes place without that formal chain of communication. കൃത്യമായി നിർവചിച്ച ഫോർമൽ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ തന്നെ ആശയവിനിമയം നടത്താൻ വേണ്ടി അനുവദിക്കുന്ന സാഹചര്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്യാങ് പ്ലാങ്ക്. ഈ ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ഡോട്ടഡ് ലൈൻ കാണുന്നത് ഗ്യാങ് പ്ലാങ്ക് ആണ്.
നമുക്ക് ഫോർമൽ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സ്കാലർ ചെയിനിൽ ഉണ്ടാകുന്ന ഷോർട്ട് കട്ടിനെയാണ് നമ്മൾ ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത് എന്ന് സൂചിപ്പിച്ചു. 10ാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഓർഡർ, ക്രമം എന്നാണ്. അക്കോർഡിംഗ് ടു ഫയോൾ, people and materials must be in suitable places at appropriate time for maximum efficiency. എഫിഷ്യൻസി കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആളുകളും വസ്തുക്കളും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് അവൈലബിൾ ആയിരിക്കണം. ഒരു ജോലിക്കാരൻ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് അവൈലബിൾ ആകുമ്പോൾ മാത്രമാണ് കാര്യക്ഷമത കൂടുന്നത്. The principle of order states that a place for everything or everyone, എല്ലാ വസ്തുക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. ആൻഡ് എവറിത്തിങ് ഓർ എവറി വൺ അറ്റ് ഇറ്റ്സ് പ്ലേസ്, എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ആ സ്ഥാനത്ത് ഉണ്ടാകുകയും വേണം. എല്ലാ വസ്തുക്കൾക്കും എല്ലാ ആളുകൾക്കും ഒരു സ്ഥലം ഉണ്ടാവണം, ആ സ്ഥലത്ത് എല്ലാവരും എല്ലാ വസ്തുക്കളും ഉണ്ടാകുകയും വേണം. ഇതാണ് ക്രമം എന്ന പ്രിൻസിപ്പിൾ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം അൺനെസസറി ആയിട്ട് നമുക്ക് ടൈം വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ആള് ജോലി ചെയ്യേണ്ട ഒരു സ്ഥലത്ത് കൃത്യസമയത്ത് ആളില്ലെങ്കിൽ ആ സമയം വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും എല്ലാ ആളുകൾക്കും ഒരു കൃത്യമായ സ്ഥാനം ഉണ്ടാകുകയും ആ കൃത്യമായ സ്ഥാനത്ത് കൃത്യമായ സമയത്ത് ആളുകളും സാധനങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്. 11ാമത്തെ പ്രിൻസിപ്പിൾ ഇക്വിറ്റി, സമത്വം ഓർ ഈക്വാലിറ്റി. എന്താണ് ഇക്വിറ്റിയിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല. ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് എനി വൺ, ആരോടും ഒരു തരത്തിലുമുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് എനി വൺ, ആരോടും ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാകാൻ പാടില്ല. ഓൺ അക്കൗണ്ട് ഓഫ് സെക്സ്, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ്, ബിലീഫ് ഓർ നാഷണാലിറ്റി, ദേശീയത കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ ജാതി മതങ്ങൾ കൊണ്ടോ ഭാഷ കൊണ്ടോ വിഭാഗങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ ലിംഗപരമായിട്ടോ ഒരു തരത്തിലുമുള്ള വിവേചനം ആരും ഉണ്ടാവാൻ പാടില്ല. മാനേജ്മെന്റില് എല്ലാ വർക്കേഴ്സിനെയും എല്ലാ സബോർഡിനേറ്റ്സിനെയും മാനേജേഴ്സ് ഒരേ തരത്തിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് ഇക്വിറ്റി പ്രിൻസിപ്പിൾ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്. 12th പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഈസ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ജോലിയുടെ സ്ഥിരത. ഇവിടെ പേഴ്സണൽ എന്ന് പറയുന്നത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എംപ്ലോയ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് പേഴ്സണൽ എന്ന് വിളിക്കുന്നത്. വ്യക്തിപരം എന്നുള്ള PRSONAL അല്ല, PRSONNEL എന്ന് ശ്രദ്ധിക്കുമല്ലോ. ദ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ആ ജോലിക്ക് ഒരു സ്ഥിരത ഉണ്ടാവണം. ജോലിയിൽ പ്രവേശിച്ച ആൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ചുരുങ്ങിയ സമയമെങ്കിലും കൊടുത്തിട്ടുണ്ടാവണം. അല്ലാതെ ജോലിയിൽ പ്രവേശിച്ചു, അയാൾ കുറച്ചു കാലം ജോലി പരിശീലിച്ച് വരുമ്പോഴേക്കും അയാളുടെ പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിരിച്ചുവിടരുത്. പിരിച്ചുവിടും എന്നുള്ള ഭീഷണി ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് പ്രവർത്തിക്കാനുള്ള പ്രചോദനം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജോലിയിൽ ഒരു സ്ഥിരതയുണ്ട് എങ്കിൽ അയാൾക്ക് ആ സ്ഥിരമായി നിൽക്കുന്ന സമയം കൊണ്ട് അയാളുടെ എഫിഷ്യൻസി തെളിയിക്കാൻ സാധിക്കണം. So this principle states that personnel should be selected and appointed after due and rigorous procedure. കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ആളുകളെ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബട്ട് വൺസ് സെലക്ടഡ് ദേ ഷുഡ് ബി കെപ്റ്റ് അറ്റ് ദെയർ പോസ്റ്റ് ഓർ പൊസിഷൻ ഫോർ എ മിനിമം ഫിക്സഡ് ടെനർ. ടെനർ എന്ന് പറഞ്ഞാൽ ആ കാലയളവിലേക്ക്, ആ മിനിമം ഫിക്സഡ് ടെനർ ഒരു നിശ്ചിത കാലയളവെങ്കിലും അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ ഒരു 15 വർഷത്തേക്ക് ഒരാളെ ജോലിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 15 വർഷം അനുവദിക്കണം. അല്ലെങ്കിൽ 55 വയസ്സ് വരെ ഒരാളെ ജോലിയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 55 വയസ്സ് വരെ അയാൾക്ക് അനുവദിക്കണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പിരിച്ചുവിടുമെന്നുള്ള ഭീഷണി അയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള താല്പര്യം കുറയും. They should be given reasonable time to show their result. അവര് ചെയ്തിട്ട് റിസൾട്ട് എടുക്കാനുള്ള മിനിമം സമയമെങ്കിലും അവർക്ക് അനുവദിച്ചിട്ടുണ്ടാവണം. അത്രയും കാലയളവെങ്കിലും അനുവദിച്ചാൽ മാത്രമാണ് എഫിഷ്യൻസി കൂടുക എന്നാണ് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്യുന്നത്. 13th പ്രിൻസിപ്പിൾ ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് സെൽഫ് മോട്ടിവേഷൻ. ആരും നിർബന്ധിക്കാതെ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വർക്കർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കണം, അല്ലാതെ പരപ്രേരണ കൊണ്ട് മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാവരുത് വർക്കർ എന്നാണ് ഇനിഷ്യേറ്റീവ് പറയുന്നത്. എ ഗുഡ് കമ്പനി ഷുഡ് ഹാവ് ആൻ എംപ്ലോയി സജഷൻ സിസ്റ്റം. അപ്പോൾ ഒരു നല്ല കമ്പനിക്ക് ഒരു എംപ്ലോയി സജഷൻ സിസ്റ്റം ഉണ്ടാവണം. എംപ്ലോയീസ് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നയം അവിടെ ഉണ്ടാവണം. അപ്പോഴാണ് ഇനിഷ്യേറ്റീവ് ഉണ്ടാകുക. മാനേജേഴ്സ് എല്ലാ കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിന് പകരം എംപ്ലോയീസിനും കൂടെ മാനേജേഴ്സിനോട് കാര്യങ്ങൾ നിർദ്ദേശിക്കാനുള്ള ഒരു സജഷൻ സിസ്റ്റം അവിടെ ഉണ്ടാവണം. That initiatives or suggestions
which result in substantial cost or time reduction should be rewarded. അങ്ങനെ ഇവർ കൊടുക്കുന്ന ആ ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ സജഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിസൾട്ടിന് റിവാർഡ് ചെയ്യണം. ഇഫ് ദാറ്റ് സജഷൻസ് ഗീവ്സ് സബ്സ്റ്റാൻഷ്യൽ കോസ്റ്റ് ഓർ ടൈം റിഡക്ഷൻ, സമയം ചുരുക്കാൻ അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സജഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സജഷൻസ് റിവാർഡ് ചെയ്യുകയും വേണം. അപ്പോൾ എംപ്ലോയീസ് കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് തരും, കൂടുതൽ മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. വർക്കേഴ്സിന്റെ ഇടയിൽ നിന്ന് ഇത്തരത്തിൽ സജഷൻസ് സ്വീകരിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവണം. അപ്പോഴാണ് ഇനിഷ്യേറ്റീവ് കൂടുക. ആൻഡ് ഫൈനലി ദ 14th പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഈസ് എസ്പിരിറ്റ് ഡി കോർപ്സ്, അഥവാ ഐകമത്യം മഹാബലം, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. ആളുകളുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ മാനേജർക്ക് കഴിയണം. യൂണിയൻ ഈ സ്ട്രെങ്ത് എന്നൊരു വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ മാനേജർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി. എപ്പോഴും മാനേജർ ഞാൻ, എനിക്ക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, നമ്മൾക്ക് ചെയ്യാം എന്ന് പറയുമ്പോഴാണ് മാനേജ്മെന്റില് ആ കോൺവെർസേഷൻസിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, സംഭാഷണങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുത്തുമ്പോഴാണ് ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. മാനേജർ പറയുകയാണ് എന്റെ നിർദ്ദേശം ഇതാണ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ വർക്കേഴ്സിന് തോന്നുകയാണ് നമ്മളും ആ ഓർഗനൈസേഷന്റെ ഭാഗമാണ് എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് മാനേജർ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ കോൺവെർസേഷനിലൊക്കെ, സംഭാഷണങ്ങളിലൊക്കെ ഐ എന്ന വാക്ക് ഉപയോഗിക്കുന്നവരും വി എന്ന വാക്ക്, ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നവരും നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് വിൽ ഗീവ് റൈസ് ടു എ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ബിലോങ്ങിങ്നെസ് എമംഗ് ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു പരസ്പര വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന്, പരസ്പര ആശ്രയത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ യൂണിയൻ ഈ സ്ട്രെങ്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് മാനേജ്മെന്റ് വിജയിക്കുന്നത്. സോ ദീസ് ആർ ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, centralization and decentralization, scalar chain, order, equity, stability of tenure of personnel, initiative and esprit de corps. ഇപ്പോൾ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സും ജനറൽ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. So with that we conclude this chapter. Till we meet with the next episode. Bye.